നമസ്തേ. ജന്മന കൈമുട്ടിന് താഴെയില്ലാത്ത വലതു കൈ ഉയർത്തി മനു എന്ന 40കാരൻ ഇത് പറയുമ്പോൾ ഇടം കൈ മനോഹര ചിത്രത്തിന്റെ അവസാന മിനുക്കുപണിയിലായിരുന്നു അവൻ. ശബരിമല സന്നിധാനത്തെ അന്നദാന മണ്ഡപത്തിന്റെ ചുവരുകളിലാണ് മനുവിന്റെ ഇടം. കൈ കമനീയമായ അയ്യപ്പ ചരിതം രചിച്ചുകൊണ്ടിരിക്കുകയാണ്. മണികണ്ഠനെ കാട്ടിൽ നിന്ന് കണ്ടെടുത്തതു മുതലുള്ള വിവിധ ഘട്ടങ്ങളിലെ ചിത്രങ്ങളാണ് ആക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് മനു വരയ്ക്കുന്നത്. ഒരാഴ്ച മുൻപ് സന്നിധാനത്തെത്തിയ ഇദ്ദേഹം 4 ചിത്രങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. ദിവസം 1 എന്ന നിലയിൽ 25 ചിത്രങ്ങൾ മനു വരയ്ക്കും. ചെറുപ്പം മുതലേ ചിത്രങ്ങൾ വരയ്ക്കുന്ന മനു കൊട്ടാരക്കരയിലെ രവിവർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് ചിത്രരചന സ്വായത്തമാക്കിയിട്ടുണ്ട്. പിന്നീട് വാഹനങ്ങൾക്ക് നമ്പർ എഴുതി കൊടുത്താണ് ജീവിച്ചു വന്നത്. ജീവിത പ്രതിസന്ധിയിൽ പെട്ടുഴലുന്നതിനിടെ പിടവൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ചുവരുകളിൽ ചിത്രം വരയ്ക്കാൻ അവസരം ലഭിച്ചു. ഇതാണ് മനുവിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായത്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ചിത്രം വരയ്ക്കുന്നത് കണ്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഇദ്ദേഹത്തിന് പ്രോത്സാഹനം നൽകുകയും കൂടുതൽ ക്ഷേത്രങ്ങളിൽ ചുമർ ചിത്രങ്ങൾ വരയ്ക്കാൻ അവസരം നൽകുകയുമായിരുന്നു. സോഷ്യൽ മീഡിയകളിലും ഇതിനോടകം ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം ശ്രദ്ധ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. പന്തള കൊട്ടാരത്തിൽ ഉൾപ്പെടെ ചിത്രം വരച്ച മനു ബ്രഷും നിറക്കൂട്ടുകളുമായി മല കയറിയതോടെ അയ്യപ്പ ഭക്തരുടെ മനസ്സിലും ഇടം പിടിക്കുകയാണ്. ആദ്യമായി ശബരിമലയിൽ എത്തിയത് ഭഗവാൻ ഏൽപ്പിച്ച നിയോഗം പൂർത്തിയാക്കാനാണ് എന്നതാണ് തന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. നമസ്കാരം, എൻ്റെ പേര് മനു എന്നാണ്. ഞാൻ താമസിക്കുന്നത് പത്തനാപുരത്തിനും പുനലൂരിനും ഇടയ്ക്ക് ചേകം എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ജന്മന എനിക്ക് വലതു കൈയില്ല. ജീവിതം വളരെ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത്. കാരണം സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കുടുംബമാണ് എൻ്റേത്. അപ്പം ഞാൻ ജന്മന ഒരു കൈയില്ലാതെ ഉള്ള ആളാണ്. പിന്നെ പഠനകാലത്ത് ചെറുതായിട്ട് ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. പിന്നെ 10ാം ക്ലാസ് പഠിച്ചതിന് ശേഷം രവിവർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ പോയി ചിത്രരചന പഠിക്കുകയും അവിടെ പിന്നെ കോട്ടയം മണിമല സ്ഥലത്ത് മോഹൻ മണിമല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ചിത്രരചന പഠിക്കുകയും ചെയ്തതിന് ശേഷം എൻ്റെ ഉപജീവന മാർഗമായ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് എഴുത്താണ് എൻ്റെ ഉപജീവന മാർഗമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിടവൂർ ശ്രീ പുത്തൻകാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചുവർ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് എന്നെ വിളിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ ആ ക്ഷേത്രത്തിൽ ചെല്ലുകയും അപ്രകാരം ദശാവതാരം എന്ന ചിത്രമാണ് വരയ്ക്കേണ്ടത് അവിടെ. അങ്ങനെ ദശാവതാര ചിത്രം വരയ്ക്കാൻ എനിക്ക് അവസരം കിട്ടി. അപ്പോൾ ഞാൻ പറയുകയുണ്ടായിരുന്നു, ഇടത് കൈ കൊണ്ട് വരച്ചാൽ ഭഗവാന്മാർക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ അന്ന് വിഷമത്തോടായിരുന്നു ചോദിച്ചത്. പക്ഷേ ആ ചോദ്യം ഇന്ന് അയ്യപ്പ സന്നിധിയിൽ വരെ കൊണ്ടെത്തിച്ച് അങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കാൻ എനിക്ക് തന്നെ അവസരം കിട്ടി. ആ ചുവർ ചിത്രങ്ങൾ വരച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുകയും എല്ലാ നല്ലവരായി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന പ്രകാരം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ ചുവർ ചിത്രങ്ങൾ ഞാൻ വരച്ചു. അവിടെയും വരച്ചതിന് ശേഷം അത് നമ്മുടെ ദേവസ്വം ബോർഡ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് സാർ അത് ക്ഷേത്ര ആവശ്യത്തിന് വേണ്ടി അവിടെ വന്നപ്പോൾ ചിത്രങ്ങൾ കാണുകയും അതിന് മുൻപായിട്ട് എൻ്റെ ചിത്രങ്ങൾ മൊബൈൽ വഴി കാണുകയും ചെയ്തു. എൻ്റെ ദശാവതാരം വരച്ച് കാണുകയും ചെയ്യുമായിരുന്നു. അപ്രകാരം സാറാണ് എന്നെ ഈ ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് ചിത്രം വരയ്ക്കാനായിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ചിത്രം വരയ്ക്കാനായിട്ട് ഇവിടെ വരുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഉള്ള ചിന്ത എന്തെങ്കിലും ചെറിയ ചിത്രങ്ങൾ വരച്ചിട്ട് പോകാനായിരിക്കും എന്നെ വിളിച്ചതെന്ന് വിചാരിച്ചു, പറഞ്ഞു വിടാനായിരിക്കും. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഭഗവാന്റെ അതായത് ചരിത്ര കഥകളാണ് വരയ്ക്കേണ്ടത്. അത് വളരെ മനോഹരമായിട്ട് വലിയ ഹൈറ്റിൽ വേണം ചിത്രങ്ങൾ വരയ്ക്കാൻ. അങ്ങനെ ഇവിടെ ആദ്യം വരച്ചത് അതായത് കൊട്ടാരത്തിൻ്റെ ചുവരിൽ പന്തളം കൊട്ടാരത്തിൻ്റെ ചുവരിലും വരച്ചു. ഇപ്പം അന്നദാന മണ്ഡപത്തിൽ അങ്ങനെ പല സ്ഥലങ്ങളിൽ വരയ്ക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അത് എത്രയോ 2 കൈ കൊണ്ട് എത്രയോ നല്ല വരയ്ക്കുന്ന ചിത്രകാരന്മാരിവിടെ ഉണ്ട്. പക്ഷേ എന്നെക്കാട്ടിലും നല്ല വരയ്ക്കുന്നവരുണ്ട്. പക്ഷേ എനിക്ക് ഈ കൈയില്ലാത്ത എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അത് എന്താണെന്നറിയില്ല, ഭഗവാൻ എന്നെ കണ്ടതുകൊണ്ട് മാത്രമായിരിക്കും. എൻ്റെ കഴിവിലല്ല, എന്നെ കണ്ട് എൻ്റെ അവസ്ഥ അറിഞ്ഞ് എൻ്റെ ബുദ്ധിമുട്ടറിഞ്ഞ് എനിക്ക് തന്നൊരു അവസരമാണ് ഭഗവാൻ. അങ്ങനെ ഞാനിവിടെ ചിത്രങ്ങൾ വരയ്ക്കുന്നു. വളരെ ബുദ്ധിമുട്ടിലാണ് ഇവിടെ വന്ന് ഈ ചിത്രങ്ങൾ വരയ്ക്കുന്ന പ്രതിഫലമൊന്നും ആഗ്രഹിച്ചല്ല ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ഇതെല്ലാം ഭഗവാന്
എനിക്ക് തന്ന ഒരു അവസരം ഞാനത് പ്രയോജനപ്പെടുത്തുന്നു. ഒരു പെയിൻറ്റും ഒക്കെ സാർമാർ വാങ്ങിച്ചു തന്നു. പിന്നെ ആഹാരം തരുന്നുണ്ട് ഇവിടുന്ന്. പിന്നെ വരയ്ക്കുന്നു. പിന്നെ എനിക്ക് ഇടാനുള്ള ഡ്രസ്സ് ഇന്ന് പ്രസിഡന്റ് സാറ് കൊണ്ടുതരികയുണ്ടായി. അതിൻ്റെ ഇന്ന് ഇടാനുള്ള ഉടുപ്പൊക്കെ കൊണ്ടുതന്നിട്ടുണ്ട്. ഉടുപ്പൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഈ സന്നിധിയിൽ ഓരോ ദിവസവും ഓരോ ദിവസമാണ് ഓരോ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. അങ്ങനെ ചിത്രങ്ങൾ ഇപ്പോൾ 4ാമത്തെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നു. പന്തളം കൊട്ടാരത്തിൽ മണികണ്ഠൻ എത്തിയതുൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഇപ്പോൾ വരച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അയ്യപ്പൻ പുലിപ്പുറത്തെത്തുന്ന ചിത്രമാണ് ഇനി വരയ്ക്കുക. മണ്ഡലകാലത്തിന് മുൻപ് ചിത്രങ്ങൾ പൂർത്തിയാക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. പത്തനാപുരം സ്വദേശിയാണ് മനു.